السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين سيدنا محمد وعلى آله وصحابه والتابعين. أما بعد. സ്നേഹനിധികളായ സഹോദരങ്ങളെ, നാളെ പരിശുദ്ധ റബീഉൽ അവ്വൽ പിറവി കൊള്ളുകയാണ്. അല്ലെങ്കിൽ മറ്റന്നാൾ തിങ്കളാഴ്ച ദിവസം റബീഉൽ അവ്വൽ 1 വളരെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ നാം റബീഉൽ അവ്വലിനെ സ്വാഗതം ചെയ്യണം. എല്ലാ സത്യവിശ്വാസിയും ആഹ്ലാദപൂർവ്വം റബീഉൽ അവ്വലിനെ സ്വീകരിക്കുന്നവരാണല്ലോ. അങ്ങനെ റബീഉൽ അവ്വൽ വരുന്നതിൽ സന്തോഷിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ യഥാർത്ഥ മുഅ്മിനല്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ജാതരായതിൽ സന്തോഷം പ്രകടിപ്പിച്ചതിനാൽ അബൂലഹബിന് പോലും നരകത്തിൽ നിന്ന് ഇത്തിരി ദാഹജലം കിട്ടുന്നുണ്ട്. സുവൈബ എന്ന തൻ്റെ അടിമ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂജാതരായത് അബൂലഹബിനെ അറിയിച്ചപ്പോൾ, ആ സന്തോഷ വൃത്താന്തം അറിയിച്ചപ്പോൾ സുവൈബയെ സ്വതന്ത്രയാക്കി സന്തോഷം കൊണ്ട്. അക്കാരണത്താൽ നരകത്തിൽ നിന്ന് തിങ്കളാഴ്ച രാവ്, എല്ലാ തിങ്കളാഴ്ച രാവിലും ജലം കിട്ടുന്നു, ദാഹജലം കിട്ടുന്നു എന്ന് കിതാബുകളിൽ കാണാം, ഗ്രന്ഥങ്ങളിൽ കാണാം. എങ്കിൽ വിശുദ്ധ ഖുർആൻ ആക്ഷേപിച്ച് പറഞ്ഞ, നരകാവകാശിയാണെന്ന് പ്രഖ്യാപിച്ച അയാളുടെ പേരിൽ ഒരു സൂക്തം തന്നെ ഇറക്കിയ വിശുദ്ധ ഖുർആൻ, അങ്ങനെ വിശുദ്ധ ഖുർആൻ ആക്ഷേപിച്ച് പറഞ്ഞ അബൂലഹബിന് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചതിൽ പ്രയോജനം കിട്ടുന്നുവെങ്കിൽ ജീവിതകാലം മുഴുവനും സത്യവിശ്വാസിയായി ജീവിക്കുകയും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ഓർത്ത് സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും അവിടുത്തെ പേരിൽ ധാരാളമായി സ്വലാത്ത് ചൊല്ലുകയും അവിടുത്തെ അവദാനങ്ങൾ വാഴ്ത്തുകയും ചെയ്ത ഒരു സത്യവിശ്വാസിയുടെ ഗുണങ്ങൾ എത്രമാത്രം ആയിരിക്കുമെന്ന് നമുക്ക് ആലോചിക്കാവുന്നതാണ്. കണക്കാക്കാൻ പറ്റാത്ത പ്രതിഫലം, കണക്കാക്കാൻ പറ്റാത്ത മഹത്വങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവനിക്ക് ദാനമായി നൽകുമെന്നത് തീർച്ചയാണ്. അതിനാൽ എല്ലാ ദിനവും മൗലിദ് പാരായണം ചെയ്യണം. റബീഉൽ അവ്വലിൽ മാത്രമല്ല, എല്ലാ ദിനങ്ങളിലും, എല്ലാ മാസങ്ങളിലും, എല്ലാ ആഴ്ചകളിലുമൊക്കെ നാം മൗലിദ് ഓതിക്കൊണ്ടേയിരിക്കണം. നമ്മുടെയൊക്കെ വീടുകളിൽ, നാട്ടിലായിരുന്നാലും എവിടെയായിരുന്നാലും തിങ്കളാഴ്ച രാവിലെ നാം പ്രത്യേകമായിട്ട് മങ്കൂസ് മൗലിദ് അതുപോലെയുള്ള മൗലിദുകൾ ഓതുന്നുവെങ്കിൽ നമ്മുടെ വീടിനും വീട്ടുകാർക്കും അത് ഏറ്റവും ഗുണകരമായിരിക്കും. മൗലിദ് അങ്ങനെ ഓതാൻ വേണ്ടി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമുക്ക് പ്രേരണ നൽകിയിട്ടുണ്ടല്ലോ. കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം നാം അത് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലേക്ക് വന്നപ്പോൾ അവിടുത്തെ അനുചരന്മാർ അവിടെ കൂടിയിരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചു അവരെന്താണ് പറയുന്നതെന്ന്. അവർ പറയുന്നത് പൂർവീകരായ അമ്പിയാക്കന്മാരുടെ മദ്ഹുകളാണ്. ആദമു സഫിയുല്ലാ, ഇബ്രാഹിമു ഖലീലുല്ലാ, മൂസ കലീമുല്ലാ, ഈസ റൂഹുല്ലാ, അങ്ങനെ പൂർവീക അമ്പിയാക്കന്മാരുടെ മദ്ഹുകൾ അവരെടുത്തു പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടുകൊണ്ട് അവരുടെ അടുക്കൽ വന്ന് സലാം ഓതി അവരോട്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ട് പറയുന്നത് ഞാൻ കേട്ടു, പൂർവിക പ്രവാചകന്മാരെ കുറിച്ച്. അതെല്ലാം പറയേണ്ടതാണ്, അതെല്ലാം ശരിയാണ്. അക്കൂട്ടത്തിൽ എൻ്റെ മധുവും കൂടി നിങ്ങൾ കൂട്ടിക്കോളൂ. അലാ, നിങ്ങൾ അറിയണം, അന ഹബീബുല്ലാ, ഞാൻ അല്ലാഹുവിൻ്റെ ഹബീബാണ്. വലാ ഫഖ്റ വാന ഹാമിലു ലിവാഇൽ ഹംദി വലാ ഫഖ്റ, നാളെ പരലോകത്തിൽ ലിവാഉൽ ഹംദ് എന്ന കൊടി, പതാക, അത് പിടിക്കുന്നവൻ ഞാനാണ്. വാന അവ്വലു ഷാഫിഈൻ അവ്വലു മുശഫഈൻ, ആദ്യമായി ശുപാർശ ചെയ്യുന്നതും ആദ്യമായി ശുപാർശയ്ക്ക് അവസരം ലഭിക്കുന്നതും ആദ്യമായി ശുപാർശ സ്വീകരിക്കപ്പെടുന്നതും അതെല്ലാം എൻ്റേതാണ്, ഞാനാണ്. അതുപോലെ ആദ്യമായി കൊണ്ട് സ്വർഗത്തിൻ്റെ വാതിൽ അത് മുട്ടുന്നത്, അതിൻ്റെ കണ്ണി പിടിച്ച് കുലുക്കുന്നത് ഞാനാണ്. അങ്ങനെ അല്ലാഹു തആല എനിക്ക് സ്വർഗം തുറന്നു തരും. ആ സ്വർഗത്തിൽ ഞാൻ പ്രവേശിക്കും. എൻ്റെ കൂടെ സത്യവിശ്വാസികളായ പാവപ്പെട്ട ധാരാളം ആളുകളുമുണ്ടാകും.
അപ്രകാരം തന്നെ ഞാൻ അന സയ്യിദുൽ അവ്വലീന അന അക്രമുൽ അവ്വലീന വൽ ആഖിരീൻ, ആദ്യം വന്നവരുടെയും അവസാനം വരുന്നവരുടെയും എല്ലാവരുടെയും നേതാവാണ് ഞാൻ. ഇതും കൂടി നിങ്ങൾ കൂട്ടിക്കോളൂ, അതിലേക്ക് കൂട്ടി പറഞ്ഞോളൂ എന്ന് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്തെങ്കിൽ ഇതിനർത്ഥം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മദ്ഹ് പറയണമെന്ന് നമ്മോട് ബോധ്യപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് നാം കൂട്ടായും ഒറ്റക്കായും നമ്മുടെ വീടുകളിൽ വെച്ചും സംഘടിച്ചുകൊണ്ടും അല്ലാതെയും എന്നും മൗലിദ് ഓതുക തന്നെ വേണം. ശുദ്ധ ഖുർആൻ പലയിടങ്ങളിലും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ പറഞ്ഞിട്ടുണ്ട് എന്നല്ല, വിശുദ്ധ ഖുർആൻ മുഴുവനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ തന്നെയാണ്. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. സൂറത്തു തൗബയിലെ അവസാനത്തെ രണ്ടായത്താണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുകഴുകളാണ് ആ ആയത്തുകളിൽ പറയുന്നത്. ഈ രണ്ടായത്തുകൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഓതുന്നുവെങ്കിൽ, 7 പ്രാവശ്യം ഓതുന്നുവെങ്കിൽ ഒരുപാട് മഹത്വമുണ്ട്. നമുക്ക് ആരോഗ്യം വർദ്ധിക്കും, നമുക്ക് ദീനും ദുനിലും ദുനിയാവിലും ഒരുപാട് മഹത്വങ്ങൾ ലഭിക്കും. അത് ഓതുന്ന 7 ദിവസം രാവിലെ ഓതിയാൽ, 7 ദിവസം വൈകുന്നേരവും ഓതിയാൽ അന്നേ ദിനം മരണം ഉണ്ടാവുകയില്ല. അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ അതിന് പറയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും അത് പതിവാക്കുക. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.